ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ്. ഈ മാസം 7-ാം തീയതി അർദ്ധരാത്രി വരെയാണ് സമയം നീട്ടി നൽകിയത്. വിദ്യാർത്ഥികളുടെ താല്പര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉടൻ അച്യുതൻ ചേരുമെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, നേരത്തെ ഇത്തരത്തിലെ CBSE പുനർമൂല്യനിർണ്ണയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നു. പോർട്ടൽ ഓപ്പൺ ആകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി പ്രതിസന്ധികൾ വിദ്യാർത്ഥികൾ നേരിട്ടിരുന്നു. ഇപ്പോൾ ഇത് അതിനൊരു തീയതി നീട്ടി നൽകുന്ന ഒരു സാഹചര്യം കൂടി അല്ലെ? CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക്, പരീക്ഷാർത്ഥികൾക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ് CBSEയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം അതിപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ്. 7-ാം തീയതി അർദ്ധരാത്രി വരെ ഈ അപേക്ഷകൾ സമർപ്പിക്കാം എന്നാണ് CBSE അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അത് 6-ാം തീയതി വരെ ആയിരുന്നു. അതായത് നാളെ രാത്രി അർദ്ധരാത്രി വരെ ആയിരുന്നു ആ സമയം അനുവദിച്ചിരുന്നത്. ഒരു ദിവസം കൂടി ഇപ്പോൾ CBSE നീട്ടി നൽകിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ താല്പര്യം കണക്കിലെടുത്താണ് തീരുമാനം എന്നുകൂടി CBSE അറിയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പുതുക്കി നൽകിയിരിക്കുന്ന ഈ ഒരു തീയതി, ആ തീയതി ക്രമം പാലിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷകൾ സമർപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി CBSE നടത്തുന്നുണ്ട്. മറുവശത്ത് ഈ പോർട്ടലിൽ നേരിട്ട സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് CBSE ഡൽഹി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ ഡൽഹി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സൈബർ ആക്രമണത്തിന് പിന്നിലെ ഈ പ്രതികളെ കണ്ടെത്താനുള്ള നിയമ നടപടികളിലേക്ക് കൂടി ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. ശരി, എന്തായാലും വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് നേരിയൊരു പരിഹാരമാവുകയാണ്. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ്. ഈ മാസം 7-ാം തീയതി അർദ്ധരാത്രി വരെയാണ് നീട്ടിയിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.